നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BKMU അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ലായിൽ ദേശീയപാതയുടെ ഇരുവശത്തും വെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ചിട്ടുള്ള കാനകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കുണ്ടായി എസ്റ്റേറ്റിന് സമീപം ചക്കിപ്പറമ്പ് നഗറിൽ ചൊവ്വാഴ്ച രാവിലെ 6:40ഓടെയാണ് അപകടം സംഭവിച്ചത്. വീടിന് സമീപത്തുള്ള റോഡിൽ വെച്ചാണ് മലയൻ വീട്ടിൽ ശശീന്ദ്രനും ഭാര്യ സുനിതയ്ക്കും കയ്യിൽ പരിക്കേറ്റത്. രാവിലെ ഒരു 6:40 ഉണ്ടാവും. കുളി കഴിഞ്ഞ് വരുമ്പോൾ മഴ അങ്ങ് ചാറിയൊക്കെ ഉണ്ടായിരുന്നു. ചാറ് ആ ചാറ്റ് മഴ കൂടി വരുമ്പോഴാണ് കാനിന്ന് വരുമ്പോഴാണ് ഈ മുകളിൽ നിന്ന് വന്ന് വീണ് പൊട്ടണത്. പൊട്ടി കഴിഞ്ഞ് ബാക്കിൽ ഭാര്യ വരുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് കയ്യിൽ പൊള്ളലേറ്റു, 2-3 സ്ഥലത്ത് പൊള്ളലേറ്റുന്നുണ്ട്. ഭാര്യ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് പരട്ടി ഞാൻ മെഡിക്കലിലേക്ക് പറഞ്ഞു വിട്ടു. എനിക്കായിട്ട് മുഖമൊക്കെ ചുട്ടുപോച്ചലായിരുന്നു. നമ്മുടെ ഇതിൻ്റെ എഫക്റ്റ് വന്നടിച്ചിട്ട് മണ്ണും ചെളിയൊക്കെ കൂടി തെറിച്ച് വന്നടിച്ചിട്ട് ഞാൻ കണ്ണൊക്കെ പോയിന്ന് വിചാരിച്ചെൻ്റെ. നമ്മുടെ അനിയന് ഒരു പൊള്ളലൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ അനിയൻ്റെ ഭാര്യയ്ക്ക് ചെറുതായിട്ട് കയ്യും കാലും തരിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശശീന്ദ്രന്റെ സഹോദരൻ സത്യന് വീടിനകത്ത് വെച്ചാണ് പരിക്കേറ്റത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറുകയായിരുന്നു. സമീപത്തുള്ള ശശീന്ദ്രന്റെ വീടിന് മുകളിലേക്കും മരങ്ങളിലേക്കും തെറിച്ചു വീണു. വൈദ്യുത പോസ്റ്റിലെ ബൾബും പൊട്ടിച്ചിതറി. പാലപ്പിള്ളിയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു. ലോകമല്ലേശ്വരം പനാണ്ടിവരയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയതളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നടപ്പിലാക്കുക, ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BKMUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് KS തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, CPI അളഗപ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനൂപ്, മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജോയിന്റ് സെക്രട്ടറി PC സാജു എന്നിവർ പ്രസംഗിച്ചു. മാർച്ചിനും ധർണയ്ക്കും ജയന്തി സുരേന്ദ്രൻ, VK കരുണാകരൻ, ഡെന്നിസ് പുളിക്കൻ, PT കിഷോർ, KK സുബ്രൻ, സുനന്ദ ശശി, VA വിജയൻ, NJ ജിജേഷ്, VR രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് നടക്കുന്ന ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ: 1. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ഒരു ദേശീയ നിയമമുണ്ടാക്കുക. 2. കർഷക തൊഴിലാളികൾക്ക് ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ രാജ്യവ്യാപകമായി സ്വീകരിക്കുക. ജാതി സെൻസസ് നടപ്പിലാക്കുക. സംവരണം സ്വകാര്യ മേഖലയിലും ഏർപ്പെടുത്തുക. നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്തും ഇതുപോലുള്ള ചെറിയ യോഗങ്ങൾ നടക്കുകയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
BKMU നടത്തുന്ന ഈ പരിപാടികൾക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നെല്ലായിൽ ദേശീയപാതയുടെ ഇരുവശത്തും വെള്ളം ഒഴുകി പോകാനായി നിർമ്മിച്ചിട്ടുള്ള കാനകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു. കാനകൾക്ക് മുകളിൽ പല ഭാഗത്തും സ്ലാബുകളില്ലാത്തതിനാൽ ഇതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നത്. ജൈവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും വീണ് പല ഭാഗത്തും കാനകൾ അടഞ്ഞ നിലയിലാണ്. മഴക്കാലമായതോടെ ഈ കാനകളിൽ ദേശീയപാതയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മാലിന്യങ്ങൾ നീക്കി കാനകൾ വൃത്തിയാക്കാതെ വെള്ളം ഒഴുകിപ്പോകില്ലെന്നിരിക്കെ ഇതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. കാനകളിൽ വീണുകിടക്കുന്ന മാലിന്യങ്ങൾ വെള്ളത്തിൽ കലർന്ന് കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. കാനകൾ വൃത്തിയാക്കാനും സ്ലാബുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ പുതിയ സ്ലാബുകൾ സ്ഥാപിക്കാനും നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 13 വൈകിട്ട് 4:30 പാർട്ടി ജന്മശതാബ്ദി പതാകകൾ ഉയർത്തും. 14, 15 തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. CPI ദേശീയ കൗൺസിൽ അംഗം K. രാജൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PK ശേഖരൻ, KM ചന്ദ്രൻ, KR അനൂപ്, CU പ്രിയൻ എന്നിവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ മാസം 13, 14, 15 തീയതികളിലായിട്ട് ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുകയാണ്. സഖാവ് കാനം രാജേന്ദ്രൻ, മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം പാർട്ടിയുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി 13-ാം തീയതി ആമ്പല്ലൂര് സമ്മേളന നഗറിനടുത്ത് വെച്ച് 100 രക്തപതാകകൾ ഉയർത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് 14, 15 തീയതികളിൽ ആണ് പ്രതിനിധി സമ്മേളനം അവിടെ നടക്കുന്നത്. 200-ലധികം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നായി 200-ലധികം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നന്ദിപ്പുലം മാന്നൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ VR ഷാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ആദ്യ ബാച്ചായ 1956, 1957 വർഷത്തെ വിദ്യാർത്ഥികളെ ആദരിക്കലും അധ്യാപക വിദ്യാർത്ഥി സംഗമവും ചടങ്ങോടൊപ്പം നടന്നു. സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ചാലക്കുടി റോട്ടറി ക്ലബ്ബ് ധനസഹായം ചാലക്കുടി റോട്ടറി ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജോജു പതിയാപ്പറമ്പിൽ സ്കൂൾ മാനേജർക്ക് കൈമാറി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത നന്ദകുമാർ, ഷീല ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ്, ശ്രുതി രാഗേഷ്, VB അരുൺകുമാർ, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റോസിലി തോമസ്, സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KN ജയപ്രകാശ്, സ്കൂൾ പ്രധാനാധ്യാപിക ഷീല എന്നിവർ പ്രസംഗിച്ചു. മലയാള മനോരമയുടെ സഹകരണത്തോടെ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ് ചാലക്കുടിയിൽ സംഘടിപ്പിക്കുന്ന വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവം ജൂൺ 11-ന് വിദ്യാർത്ഥികൾക്ക് ലോകത്തിലെ മുൻനിര വിദേശ സർവകലാശാലകളിലേക്കും കോളേജുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവത്തിലൂടെ നേടാനാകും. ചാലക്കുടി ബൈപ്പാസിലുള്ള ക്രസന്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാവിലെ 10 മുതൽ 5 വരെ നടക്കുന്ന വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവം മികച്ച വിദേശ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സംഗമമായിരിക്കുമെന്ന് സാന്റാ മോണിക്ക മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുന്നിൽ പറഞ്ഞു. ഓസ്ട്രേലിയ, ജർമ്മനി, UK, USA, കാനഡ, ഫ്രാൻസ്, സ്വീഡൻ, മാൾട്ട ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നേരിൽ കാണാം. +2, ഡിഗ്രി, മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് 30,000-ൽ പരം കോഴ്സുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണിത്.
പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1 മില്യണിലേറെ സ്കോളർഷിപ്പുകൾ നേടാനും 1 ലക്ഷം വരെ മൂല്യമുള്ള റെഡീമബിൾ കൂപ്പണുകളും നേടാം. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി IELTS, PTE, TOEFL, GRE, OET, ജർമ്മൻ ഭാഷ, സ്പോക്കൺ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ലാംഗ്വേജ് സെറ്റ്, സ്പാനിഷ് ക്ലാസുകൾക്ക് ഫീസ് ഇനത്തിൽ 30% കിഴിവും ലഭിക്കും. പ്രമുഖ ബാങ്കുകളുടെ വിദ്യാഭ്യാസ വായ്പാ കൗണ്ടറുകളും വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന വിദേശ വിദ്യാഭ്യാസ സെമിനാറുകളും പ്രവേശനോത്സവത്തിൽ ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണ്. പങ്കെടുക്കുന്നവർ www.santamonica.edu.in എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ ഇമെയിൽ വഴി ലഭിക്കുന്ന എൻട്രി പാസ് ഉപയോഗിച്ച് പ്രവേശനം നേടാം. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0484415099 അല്ലെങ്കിൽ 9645222999 നമ്പറുകളിൽ ബന്ധപ്പെടാം. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിലെ LKG പ്രവേശനോത്സവം നടത്തി. വരാക്കര ക്ഷേത്രയോഗം പ്രസിഡന്റും സ്കൂൾ രക്ഷാധികാരിയുമായ KV സുരേഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മാനേജർ MI സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക OU സുജാത, സെക്രട്ടറി AM സുകുമാരൻ, പ്രിൻസിപ്പൽ PD സ്മിത, വൈസ് പ്രിൻസിപ്പൽ MS ദിവ്യ, WC പ്രസിഡന്റ് PV ഷിജു, വൈസ് പ്രസിഡന്റ് TM മിഷാജ്, അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് PV ബിന്ദു, ട്രഷറർ PV വിനീഷ്, വൈസ് ചെയർമാൻ TB രാധാകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. 2500 വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന ആനന്ദപുരം ശ്രീരാമൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചതുർത്ഥ സ്നാനത്തിനുള്ള ബ്രഹ്മകലശ പൂജ, കുംഭേശ കർക്കരി കലശ പൂജകൾ, പരികലശ പൂജകൾ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയുണ്ടായി. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറന്ന് ദേവനെ കണി കാണിക്കും. തുടർന്ന് സൃഷ്ടിതത്വഹോമം, തത്വകലശ പൂജ, കലശാഭിഷേക പൂജകൾ, വലിയ മരപ്പാടി തത്വകലശാഭിഷേക പൂജ, പരകലശാഭിഷേകം, കുംഭേശ കലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, അവശ്രുത പോഷണം, ശ്രീഭൂത ബലി എന്നിവ നടക്കും. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും. വൈകിട്ട് കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. വരാക്കരയിൽ അയൽവാസിയുടെ വീടിന് മുകളിലേക്ക് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം അളഗപ്പനഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. വരാക്കര കൊടകരപ്പാടം പൂക്കോടൻ ഡേവിസിന്റെ നാവൽ മരം ജോസഫ് നടക്കവെളിയിലിന്റെ വീടിന് മുകളിലേക്ക് വീഴാനുള്ള അവസ്ഥയിലായിരുന്നു. ഇത് സംബന്ധിച്ച് ജോസഫ് പഞ്ചായത്തിന് പരാതി നൽകി. പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പലതവണ നോട്ടീസ് നൽകിയിട്ടും അയൽവാസി മരം മുറിച്ചു മാറ്റാൻ തയ്യാറായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, സെക്രട്ടറി PV സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവരുടെയും വരന്തരപ്പള്ളി പോലീസിന്റെയും മേൽനോട്ടത്തിലാണ് മരം മുറിച്ചുമാറ്റിയത്. കേരള ജൈവ കർഷക സമിതി ജില്ലാ സമ്മേളനം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് TK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അക്ഷയശ്രീ അവാർഡ് ജേതാക്കളായ വിനയൻ, അബ്ദുൾ റഹീം എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി നിഷ അപ്പാട്ട്, AR ഡേവീസ്, OJ ഫ്രാൻസിസ്, ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. നിഷ അപ്പാട്ട്, രാമചന്ദ്രൻ അറയ്ക്കൽ, പൌലോസ് നടത്തറ, CK സന്ദീപ്, VJ ജെയിംസ്, TD അശോകൻ, സന്തോഷ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. മറ്റത്തൂർ സ്വാശ്രയ സമിതിക്ക് കീഴിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 45 ലക്ഷം രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്ത് മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട PB ജിജേഷിനെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, നൈജോ ആൻഡോ, ജിജു കീറ്റിക്കൽ, സിന്ധു പ്രഭാകർ, ശ്രീജിത്ത് കുറിച്ചിയത്ത്, ആദിൽ ഹുസൈൻ, രഹൻ പള്ളത്തേരി, ജെറിൻ മലപ്പാൻ എന്നിവർ പ്രസംഗിച്ചു. ക്ലീറ്റോ തോമസ്, റോഷൻ, ഷെറിൻ, രാജേഷ് ജോർജ്, അലോഷ് ഷെഗിൽ എന്നിവർ സന്നിഹിതരായി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കും. 14 വൈകിട്ട് ഫാദർ ജോസഫ് മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിലുള്ള
വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്തോണി നാമധാരികളുടെ സംഗമവും ഉണ്ടാകും. തിരുനാൾ ദിനമായ 15-ന് രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, 10:30-ന് ഫാദർ അമൽ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീന്, നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൽത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ 14-ന് വൈകിട്ട് 4-ന് മറ്റത്തൂർ GLPS ഹാളിൽ വെച്ച് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ഏതു പ്രായത്തിലുള്ളവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചോക്ലേറ്റുകൾ. പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. വെറുമൊരു മധുര പലഹാരമായാണ് ചോക്ലേറ്റിനെ പലരും കാണുന്നതെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങളും ചോക്ലേറ്റിനുണ്ട്. കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കുന്നത് മുതൽ ഓർമ്മശക്തിയെ വരെ സഹായിക്കുന്ന ഘടകങ്ങൾ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചോക്ലേറ്റ് ശരീരത്തിലെ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്ന ഫലപ്രദമായ ഭക്ഷണമാണ്. കൂടാതെ കൊക്കോ ബട്ടറിൽ ഒലീവ് ഓയിലിന് സമാനമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ രക്തക്കുഴലുകളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ചോക്ലേറ്റിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മിക്ക ഭക്ഷണങ്ങളെക്കാളും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ചോക്ലേറ്റിലുണ്ടെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. തൽഫലമായി ചോക്ലേറ്റ് ശരീരത്തിന്റെ ഇൻസുലിൻ പ്രതിരോധത്തെ നേരിട്ട് ബാധിക്കുകയും പ്രമേഹ സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. പഞ്ചസാര അടങ്ങിയ ചോക്ലേറ്റിനേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. ചോക്ലേറ്റ് തലച്ചോറിന്റെ ഓർമ്മശക്തിയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ചോക്ലേറ്റിലെ ഫ്ലേവനോയിഡുകൾ തലച്ചോറിന്റെ പ്രോസസ്സിംഗ് വേഗത, ശ്രദ്ധ, പ്രവർത്തനം, മെമ്മറി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കാരണം ഈ പോഷകം മെമ്മറി രൂപീകരണത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തേക്ക് കൂടുതൽ രക്തമൊഴുകാൻ കാരണമാകുന്നു. ചോക്ലേറ്റുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നതിൽ അതിശയിക്കാനില്ല. അതിന്റെ രുചി കൊണ്ടല്ല, മറിച്ച് അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ് സന്തോഷത്തിന് കാരണമാകുന്നത്. ശരീരത്തിലെ നല്ല മാനസികാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണുകളായ ഡോപ്പമൈൻ, സെറാട്ടോണിൻ എന്നിവയെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും. ശരിയ അളവിൽ ചോക്ലേറ്റ് പതിവായി കഴിക്കുന്നത് നിങ്ങളെ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിനായി കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480 272 746 8547 00 5080 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിനായി കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480 272 746 8547 00 5080 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8955 രൂപയും പവന് 71,640 രൂപയും രേഖപ്പെടുത്തി. പുലക്കാട്ടുകര കരുമത്തിൽ ബാലൻ ഭാര്യ സരോജിനി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
പറപ്പൂക്കര പള്ളം കൊളങ്ങരപ്പറമ്പിൽ പരേതനായ കൃഷ്ണൻ ഭാര്യ ലീല അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാമദേവൻ, വാസന്തി, അംബിക, പരേതരായ ഗിരിജ, ഉണ്ണി എന്നിവർ മക്കളും. ഗീത, അനിലൻ, ഓമന, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിക്കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BKMU അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ലായിൽ ദേശീയപാതയുടെ ഇരുവശത്തും വെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ചിട്ടുള്ള കാനകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.